ഒരസുഖം മൾട്ടിപ്പിൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. ഇതാണ് ട്രിഗർ ഫിംഗർ. ട്രിഗർ ഫിംഗറിന്റെ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പൊ ആദ്യം അതിന് ഏതെല്ലാം സ്റ്റേജസ് ആണ് ഉള്ളത് എന്നുള്ളത് അറിയണം. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ജസ്റ്റ് പെയിൻ മാത്രമേ ഉള്ളൂ. ഈ പെയിൻ ഉള്ളൂ എന്ന് പറയുന്നത് ആദ്യം എവിടെയാണ് പെയിൻ വരുന്നത് എന്നുള്ളത് നോക്കും. ഇൻഡെക്സ് ഫിംഗറിനാണ് നമുക്ക് പെയിൻ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ വരയുടെ ഭാഗത്താണ്, ഇവിടെയാണ് നമുക്ക് പെയിൻ വരുന്നത്. അതേപോലെ മിഡിൽ ഫിംഗറിന് അതിന്റെ താഴെയുള്ള വരയുടെ ഭാഗത്താണ് പെയിൻ കാണുക. റിംഗ് ഫിംഗറിന് ഈ വരയിലായിരിക്കും പെയിൻ ഉണ്ടാകുക. ലിറ്റിൽ ഫിംഗറിന് ഈ ഒരു ഭാഗത്തായിരിക്കും പെയിൻ ഉണ്ടാകുക. സ്റ്റേജ് 2 ലോക്കിംഗ് സംഭവിക്കും. വിരൽ മടക്കിയിട്ട് നമ്മൾ നിവർത്തുന്ന സമയത്ത് ലോക്കായിരിക്കും. എന്നാൽ അത് തനിയെ നമുക്ക് കുറച്ചൊന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ അത് നിവർത്താൻ പറ്റും. ഇനി സ്റ്റേജ് 3 ആകുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വിരൽ മടക്കുമ്പോൾ നമുക്ക് ലോക്കാകും, എന്നിട്ട് നിവർത്തുമ്പോൾ ലോക്ക് പോകത്തില്ല. ഇനി മറ്റൊരു വിരൽ കൈ കൊണ്ട് നമ്മൾ അത് പിടിച്ചു വിട്ടാൽ മാത്രമേ ഈ ലോക്ക് നിവരത്തുള്ളൂ. സ്റ്റേജ് 4 എന്ന് പറയുന്നത് നമ്മൾ വിരൽ മടക്കുന്ന സമയത്ത് ഇത് ലോക്കായി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത് നിവർത്തുന്ന സമയത്ത് ലോക്കായി തന്നെ ഇരിക്കുകയാണ്. നമ്മൾ പിടിച്ച് നിവർത്തിയാലും ഇത് നിവരത്തില്ല. ഇത് ഫുള്ളായിട്ട് സ്റ്റക്കായി ലോക്കായി ഇരിക്കുന്നതിന്റെ ഇതാണ് സ്റ്റേജ് 4. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജസ് സ്റ്റേജ് 1 and 2 ആണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ റെസ്റ്റ്, അതായത് ഹെവി വർക്ക്സ് നമ്മൾ ചെയ്യാതെ കൈക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക. രണ്ടാമത് നമ്മൾ നൈറ്റ് ടൈം സ്പ്ലിന്റിങ്, ആ വിരൽ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു സ്പ്ലിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ ചെറുതായിട്ട് മസാജിങ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കോർട്ടിക്കോസ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആണ്, ലോക്കൽ സൈറ്റ്. ഇത് എത്ര ഡോസിന് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നെല്ലാം ഉള്ളത് നിങ്ങളുടെ ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ലേറ്റ് സ്റ്റേജിലാണ്, സ്റ്റേജ് 3 or 4 ആണ്, ഇല്ല നിങ്ങൾ കുറച്ച് നാൾ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഒന്നും കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് സർജറി തന്നെയാണ് ഇതിന് ചികിത്സയായിട്ടുള്ളത്. 3 രീതിയിലാണ് നമ്മൾ സാധാരണ ഇതിന് സർജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാലും ഇതൊരു വലിയ ഇൻസിഷൻ ഒന്നും അല്ല, ഒരു 1.5 സെന്റിമീറ്ററോളം നീളം മാത്രമേ നമുക്ക് ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് A1 പുള്ളി എന്ന് പറയുന്ന കയ്യിലെ ആ ഒരു ലോക്കിംഗ് ഉണ്ടാക്കുന്ന ആ പുള്ളി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതല്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് പെർക്യൂട്ടേനിയസ് ട്രിഗർ ഫിംഗർ റിലീസ് എന്ന് പറയുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു കട്ടിയുള്ള ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ തൊലിയുടെ ഉള്ളിലൂടെ നമ്മൾ ആ നീഡിൽ കടത്തി നമ്മൾ ആ A1 പുള്ളി കട്ട് ചെയ്യുന്നതാണ്. ഇത് പക്ഷെ എല്ലാ ഫിംഗറിനും ചെയ്യാൻ പറ്റുന്നതല്ല. അത് ചെയ്യാൻ പറ്റുന്ന ചില ഫിംഗേഴ്സ് ഉണ്ട്. ആ ഫിംഗേഴ്സിന് നമുക്കിത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വേറൊന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അൾട്രാസൗണ്ടഡ് ഗൈഡഡ് ട്രിഗർ ഫിംഗർ റിലീസ്. അതായത് അൾട്രാസൗണ്ടിന്റെ സഹായത്തോടു കൂടി നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രിഗർ ഫിംഗറിൽ സഫറിംഗ് ഓപ്ഷണൽ ആണ്. ഇതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് ചികിത്സ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഹാൻഡ് സർജനെ സമീപിക്കേണ്ടതാണ്.